ഹായ് ഫ്രണ്ട്സ്, നനഞ്ഞ തുണികൾ ഉണക്കിയെടുക്കാൻ കഷ്ടപ്പെടുകയാണോ? എന്നാൽ കുറച്ചു സ്ഥലത്ത് കൂടുതൽ തുണികൾ വെറും 5 മിനിറ്റ് കൊണ്ട് ഉണക്കിയെടുക്കാനുള്ള ഒരു കിടിലൻ സൂത്രമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൂടാതെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം. ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിലിൻ്റെ ആ ഒരു മുടിയിൽ ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കിച്ചണിൽ ക്ലീനിങ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് കേട്ടോ. അതിനായിട്ട് വേണ്ടത് നമുക്കൊരു ഷാമ്പു എടുക്കുന്നുണ്ട്. ഷാമ്പു ഒന്നോ രണ്ടോ ഇതുപോലത്തെ 2 പാക്കറ്റ് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഷാമ്പു ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഏകദേശം ഞാനൊരു ഈ ഒരു ബോട്ടിൽ നിറയുന്ന വരെ വെള്ളം ഒഴിക്കുന്നുണ്ട്. 2 പാക്കറ്റ് ഷാമ്പൂവിന് നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് വെള്ളം മതിയാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ കിച്ചണിൽ സ്റ്റൗ ആണെന്നുണ്ടെങ്കിലും കൗണ്ടർ ടോപ്പ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കിച്ചണിൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. നല്ല ക്ലീൻ ആവുകയും ചെയ്യും, നല്ല സ്മെല്ലുണ്ടാവും. എണ്ണമെഴുക്കോ അതൊന്നും ഉണ്ടാവില്ല. നല്ല ക്ലീനായി കിട്ടുന്നതാണ്. കിച്ചണിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങിൻ്റെ ജോലി ഏറ്റവും ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടാസ്ക്കാണ്. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമാകുന്ന ഒരു നല്ലൊരു ട്രിക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ആദ്യം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തവണ അത് ക്ലീൻ ചെയ്യുമ്പോൾ ഏറ്റവും ഈസിയായ രീതിയിൽ അത് ആ ഒരു പണി തീർക്കുന്നതിന് വേണ്ടിയുള്ളൊരു സൂത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ആ റാക്കുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം ഞാനിതാ ക്ലിം റാപ്പാണ് എടുക്കുന്നത്. ക്ലിം റാപ്പ് നമ്മൾ ഈ ഒരു ആ ഒരു റാക്കില്ലേ, ആ റാക്കിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ ഒട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഗ്ലാസ് ഇല്ലേ, ഈ റാക്കിൻ്റെ ഈ ഗ്ലാസ്സിൽ ഒരല്പം നനവ് വേണം കേട്ടോ. അല്ലെങ്കിൽ നനവില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ റാക്കിലും അതേപോലെ തന്നെ അതിൻ്റെ ട്രേയിലെല്ലാം ഇത് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ അഴുക്കായി കഴിഞ്ഞാൽ ആ ഒരു ക്ലിം റാപ്പ് മാറ്റിയിട്ട് നമ്മൾ മറ്റൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് എപ്പോഴും പുതിയതുപോലെ ഗ്ലാസ് ഒന്നും മങ്ങാണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അഴുക്കും ആവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഫ്രിഡ്ജ് ക്ലീനിങ് ഈസി ആവും. ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസിൽ അനാർക്കലി ഹെയർ ഓയിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുടി പെട്ടെന്ന് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും അകാല നര വരാതിരിക്കാനും ഇനി നര വന്നവർക്ക് അത് പതുക്കെ അത് മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ് അനാർക്കലി ഹെയർ ഓയിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫെയർനെസ് ഓയിലും അവൈലബിൾ ആണ്. അത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റനായി ചെയ്യാനും അതുപോലെ പിഗ്മെൻറ്റേഷൻ പോവാനും പിന്നെ ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു അടിപൊളി ഫെയർനെസ് ഓയിലാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മഴ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അലക്കിയ തുണികൾ ഉണങ്ങാതെ അങ്ങനെ കുന്നുകൂടി കിടക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ടാവും. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കുറച്ച് ട്രിക്കുകളാണ് പറയുന്നത്. നമുക്ക് കുറഞ്ഞ സ്പേസിൽ കൂടുതൽ തുണികൾ ഉണക്കിയെടുക്കാനുള്ള ഫസ്റ്റ് ട്രിക്ക് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഹാങ്ങറാണ് കേട്ടോ. നമ്മളപ്പോൾ ഹാങ്ങറിൽ തുണികളൊക്കെ ഉണക്കാൻ ഇടാറുണ്ടാവും. അപ്പോൾ ഈ ഹാങ്ങർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഹാങ്ങറിൻ്റെ സ്പേസിൽ നമുക്ക് കൂടുതൽ തുണികൾ ഉണക്കിയെടുക്കുന്നതിനുള്ള ഒരു ചെറിയ ട്രിക്കാണ് കേട്ടോ. അതിനായിട്ട് ഇനി അടുത്തത് വേണ്ടത് നമുക്ക് കേബിൾ ടൈ ആണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കേബിൾ ടൈകൾ ഓരോന്നും ഒരു ഹാങ്ങറിലേക്ക് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ മറ്റ് ഹാങ്ങറുകൾ ഇതിൽ ഹാങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹാങ്ങറിൽ ഇതുപോലെ ഒരു 5 കേബിൾ ടൈ വരെ ഞാൻ ഇതുപോലെ ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ലോക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈറ്റ് ചെയ്ത് പോകരുത്. ഹാങ്ങർ നമുക്ക് ഹാങ് ചെയ്യാനുള്ള ഒരു സ്പേസ് വരുന്ന രീതിയിൽ വേണം ഇതുപോലെ കേബിൾ ടൈ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എക്സ്ട്രാ നിൽക്കുന്ന കേബിൾ ടൈൻ്റെ പാർട്ടുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ തുണികൾ ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചിരട്ടകളാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തായാലും ഇഷ്ടം പോലെ ചിരട്ടകൾ ഉണ്ടാവും. ഇനി ഇത് എടുത്ത് വെച്ച് ആരും വിറ്റ് കളയണ്ട. നിങ്ങൾക്ക് ഈ ഒരു മഴക്കാലം കഴിയുന്നവരെ ഒരുപാട് പ്രയോജനപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഒരു ചിരട്ട എടുക്കുന്നുണ്ട് പറഞ്ഞല്ലോ. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് നമുക്കൊന്ന് കത്തിച്ചെടുക്കണം ആദ്യം. വിറകടുപ്പ് ഉണ്ടെങ്കിൽ എന്തായാലും വിറകടുപ്പിൽ ഇതുപോലെ കുറച്ച് ചിരട്ട ഇട്ട് കൊടുക്കുക. ഒരു 5-6 ചിരട്ട ഇട്ട് കൊടുത്തിട്ട് കത്തിക്കുക. ഇതിപ്പോൾ നമുക്ക് വിറകടുപ്പില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൊരു ചീനച്ചട്ടി ഉണ്ടായിരുന്നു. ആ ചീനച്ചട്ടിയിൽ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് കത്തിക്കുകയാണ് കേട്ടോ.
അത് നമ്മൾ ഒരു ചിരട്ടയല്ല, നമുക്ക് ഒരു ചിരട്ട 2 ചിരട്ടയൊക്കെയാണ് ഒരേ സമയം സ്റ്റവിൻ്റെ മുകളിൽ കത്തിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരും. അപ്പോൾ നമ്മളൊരു 5-6 കത്തിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് കത്തിക്കുകയാണ് എളുപ്പമായിട്ടുണ്ടാവുക. നന്നായിട്ട് കത്തി കനൽ വരണം. കനൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കനൽ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. എന്നിട്ട് ഈ ഒരു കനൽ നമുക്ക് ഒരു പാത്രത്തിലാക്കിയതിന് ശേഷമാണ് ഞാൻ കൊണ്ടുവച്ചിട്ടുള്ളത് കേട്ടോ. തുണികൾ ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയെടുത്തുള്ള തുണികളാണ്. അപ്പോൾ അത് ഇതുപോലെ ഹാങ്ങർ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഹാങ്ങറിൽ ഇതുപോലെ ഒരു കേബിൾ ടൈറ്റ് ചെയ്തത് അതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ താഴത്ത് ഇതുപോലെ കുക്കറിലാണ് ഞാനിപ്പോൾ അടി കട്ടിയുള്ള കിട്ടുന്നതിന് വേണ്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കനൽ. എന്നിട്ട് ആ തുണികളുടെ താഴെ ഇതുപോലെ കുറച്ച് നല്ല സ്പേസ് ഇടണം കേട്ടോ. ആ തുണികൾ ആ ഒരു പാത്രത്തിൽ ടച്ച് ആവാത്ത രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ തുണികളൊക്കെ ഉണങ്ങി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഹാങ്ങറിൽ ഹുക്കിട്ട് ഞാൻ കാണിച്ചില്ലേ, അതുകൊണ്ട് തന്നെ ഒരു 5 ഷർട്ട് എനിക്ക് ഒരേ ഹാങ്ങറിൽ ഹാങ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മഴയാണെന്നുണ്ടെങ്കിലും തുണികൾ ഉണങ്ങി കിട്ടാനായിട്ട് നമ്മൾ ഒട്ടും കഷ്ടപ്പെടണ്ട കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതുപോലെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുള്ള ഭാഗത്ത് അല്ലെങ്കിൽ കുട്ടികളുള്ളവർ ഇത് ചെയ്യരുത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ അറിയാണ്ടാണെങ്കിലും ഇതിൽ എന്തെങ്കിലും തരത്തിൽ ആപത്ത് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ കെയർഫുൾ ആയിട്ട് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഉറങ്ങുന്ന ഒരു രാത്രിയൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും തുണികളെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. നമ്മൾ കനലാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ തീ പിന്നെ പടരില്ല. അത് ഇങ്ങനെ ചാരമായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കണേ. ഇനി അതേപോലെ തന്നെ മറ്റൊരു സൂത്രം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതുപോലെ കുക്കറിലേക്ക് കുറച്ച് കനലെടുത്ത് വെച്ചിട്ടുണ്ട്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും. നമ്മുടെ തുണികളൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ലൊരു ഈസി മെത്തേഡാണ് ഇതുപോലെ കനലുകൾ നന്നായിട്ട് കത്തിച്ച് കനലാക്കിയതിന് ശേഷം ഇതുപോലെ നല്ല അടി കട്ടിയുള്ള കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തുണികളിൽ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് നനഞ്ഞ തുണികളാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ തുണികൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതാണ്. നമുക്ക് സേഫായിട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ കുക്കറാകുമ്പോൾ സമയത്ത് നമുക്ക് ചൂടൊന്നും കയ്യിൽ പെടാതെ ചെയ്യാവുന്നതാണ്. നമുക്ക് പഴയ കാലത്തൊക്കെ ഇതുപോലെ കനൽ വെച്ചിട്ട് നമ്മൾ അയൺ ബോക്സ് എന്താ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ, കരി ഇട്ടിട്ടുണ്ടാക്കുന്ന അയൺ ബോക്സ്, അതുപോലെ നമുക്ക് തുണികളൊക്കെ നല്ല നീറ്റായിട്ട് ചുളിവുകളൊക്കെ നിവർന്ന് കിട്ടുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്, നമുക്ക് കറണ്ട് ബില്ല് ഒട്ടും തന്നെ കൂടില്ല. പിന്നെ നമുക്ക് എമർജൻസി ഘട്ടങ്ങളിൽ എപ്പോഴും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. കറണ്ട് ബില്ലും കൂടില്ല, അതേപോലെ തന്നെ സേഫായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. മഴക്കാലത്ത് നമുക്ക് തുണികൾ ഉണക്കിയെടുക്കാനും അയൺ ചെയ്യാനും ഒന്നിനും പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടെല്ലാം പരിഹരിക്കാനായിട്ടുള്ള നല്ലൊരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.